ചായക്കടയിലൊക്കെ ഈ വെള്ളമാണ് യൂസ് ചെയ്തുകൊണ്ട്. ആറ്റിങ്ങൽ പ്രദേശത്തുള്ള 90% ഹോട്ടലുകളും ഈ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. ഇടതാണെങ്കിലും വലതാണെങ്കിലും ഇനി താമര പാർട്ടിക്കാരാണെങ്കിലും ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുന്നത് വലിയ കഷ്ടമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കിണർ. നമ്മുടെ തിരുവിതാംകൂർ രാജ കുടുംബം അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജാക്കന്മാർ നാട് ഭരിക്കുമ്പോഴാണ് ഈ കിണർ ഇവിടെ കുഴിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങലിലെ പാർവതീപുരം ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിൽ ഇതുപോലെ 3 കിണറുകൾ ഉണ്ടായിരുന്നു. 2 മണ്ണടിഞ്ഞു പോയി. ഇനിയുള്ള ഈ കിണർ ഏത് നിമിഷവും മണ്ണടിഞ്ഞു പോകാം. ഓടയിൽ നിന്നുള്ള മലിനജലമൊക്കെ ഈ കിണറിനകത്ത് നിറഞ്ഞ് കഴിഞ്ഞു. മുകൾ തട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതിനകത്ത് ആല് ഒക്കെ പടർന്ന് വളർന്നിരിക്കുന്നു. ഇവിടെ 150ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർത്തിരുന്നു. അവർക്കൊക്കെ ദാഹജലം നൽകിയിരുന്നത് ഈ കിണറാണ്. നാട് വളർന്നു, മാർക്കറ്റായി, ഗ്രാമം നഗരമായി വളർന്നു. ചുരുക്കത്തിൽ കുടിവെള്ളത്തിന് മറ്റ് മാർഗങ്ങളൊക്കെ വന്നപ്പോൾ കിണറിനെ എല്ലാ ആളുകളും മറന്നു, നമ്മുടെ നഗരസഭയും മറന്നു. എങ്കിലും ഈ കിണറൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ? ഇതൊക്കെ നമ്മുടെ ഗ്രാമ പഴമയുടെ ഓർമ്മ തളങ്ങളല്ലേ? നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം. ഈ അഗ്രഹാരത്തിലെ ആളുകളുണ്ട് ഇവിടെ. ചേട്ടാ, ഈ കിണറൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടേണ്ട. ഈ കിണറിനെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഓർമ്മയ്ക്കെന്ന് പറയും. കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ 91-ലാണ് വരുന്നത്. ആ സമയത്തൊക്കെ ഇവിടെ എല്ലാവരും വെള്ളം കോരിക്കൊണ്ടുപോയിരുന്നു. ചായക്കടയിലൊക്കെ ഈ വെള്ളമാണ് യൂസ് ചെയ്തുകൊണ്ട്. ഇപ്പോൾ പെരിച്ചാഴി തോണ്ടി ഇതെല്ലാം വൃത്തികേടാക്കി ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓടയിലുള്ള വെള്ളം ഇതിനകത്ത് അലിച്ചിറങ്ങുകയാണ്. ഇതിനൊരു പോംവഴി കണ്ടാൽ നന്ന് എന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഈ കിണറൊക്കെ ഇങ്ങനെ നശിച്ചു പോകുന്നത്? സംഭവം ഞാൻ മുനിസിപ്പാലിറ്റി ഇതിനകത്ത് ഒരു നിയന്ത്രണവും എടുക്കുന്നില്ല. വെള്ളം ആർക്കുമില്ലാതെ പണ്ട് ഇവിടെയുള്ള ഹോട്ടലുകളെല്ലാം ഉപയോഗിച്ചിരുന്നത് ഈ ഒരു കിണറുകൊണ്ടാണ്. ആറ്റിങ്ങൽ പ്രദേശത്തുള്ള 90% ഹോട്ടലുകളും ഈ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇന്ന് നാമവിശേഷമായി പെരിച്ചാഴി തോണ്ടി ഒന്നുമില്ലാത്ത കിണർ അവശേഷമായിട്ട് മാറിക്കഴിഞ്ഞു. ഇത് നന്നാക്കാൻ മുനിസിപ്പാലിറ്റി പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിന് ഒരു പരിഹാരവും കണ്ടിട്ടില്ല. ആറ്റിങ്ങൽ ഗ്രാമത്തിൻ്റെ, പാർവതി ഗ്രാമത്തിൻ്റെ ഏറ്റവും പ്രാഥമിക മേഖലയെന്ന് പറയുന്ന സ്ഥലമാണ് ആറ്റിങ്ങൽ ഗ്രാമം. പക്ഷേ അവിടെയാണ് ഈ സ്ഥിതിവിശേഷം. ഈ ചന്ത വന്ന ശേഷം അതിൻ്റെ വേസ്റ്റും ആക്ച്വലായിട്ട് ഇപ്പോൾ ഇതിനകത്ത് തള്ളുന്നു. കോഴി വേസ്റ്റും മറ്റേ വേസ്റ്റും എല്ലാം ഈ കിണറ്റിനകത്ത് വീണുകൊണ്ടിരിക്കുന്നു. ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഗ്രാമവാസികളുടെ ആവശ്യം. കേട്ടില്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ? രാജാവിന്റെ കാലത്ത് ഈ ഗ്രാമത്തിൽ 3 കിണറുകൾ. ആ കിണറുകൾ 2 നശിച്ചുപോയി. ഇനി അവശേഷിക്കുന്ന ഒരു കിണർ. ആ കിണറിന്റെ ശോചനീയ അവസ്ഥയെക്കുറിച്ചാണ് അഗ്രഹാരവാസികൾ പറഞ്ഞത്. ഈ കിണറിനെ പുനരുദ്ധരിക്കേണ്ട ആവശ്യകത എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ്, ചരിത്ര സ്മാരകം കൂടിയാണ്. നമുക്കറിയാം, ചുമടുതാങ്ങികൾ, ഇത്തരത്തിലുള്ള കിണറുകൾ, ഈ കൽത്തൂണുകൾ, ഇതൊക്കെ വരും തലമുറയ്ക്ക് പാഠമാകേണ്ട സംഭവങ്ങൾ കൂടിയാണ്. ഇതൊക്കെ ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ നമുക്കറിയാം, നമ്മൾ സിറിയയിലോ അഫ്ഗാനിലോ ഏതെങ്കിലുമൊക്കെ സ്മാരകങ്ങൾ നശിച്ചു പോകുമ്പോൾ ഇവിടെ വലിയ വായിൽ കരയാറുണ്ട്. എന്നാൽ നമ്മുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു കുഞ്ഞു കിണർ സംരക്ഷിക്കാൻ പോലും നമുക്ക് കഴിയാറില്ല എന്ന് പറയുമ്പോൾ സങ്കടകരമാണ്. ഇതൊക്കെ ശരിയാക്കേണ്ട ആളുകൾ, ഇടതാണെങ്കിലും വലതാണെങ്കിലും ഇനി താമര പാർട്ടിക്കാരാണെങ്കിലും ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുന്നത് വലിയ കഷ്ടമാണ്. ക്യാമറാമാൻ അനീഷിനൊപ്പം BS ജോയ്, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.